നമസ്കാരം, ഇട്ടി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആദിനന്ദ് അഖിൽ. ജനശ്രീ മിഷൻ ഇട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജനശ്രീ മിഷൻ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു. ജനശ്രീ മിഷൻ ചെയർമാൻ ചന്ദ്രൻ തില്ലങ്കേരി അനുമോദന യോഗത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള മൊമെന്റോ കാഷ് അവാർഡ് വിതരണവും നിർവഹിച്ചു. അന്നത്തെ മക്കൾ രക്ഷിതാക്കളായപ്പോൾ നമുക്ക് പറ്റിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മക്കൾക്കുണ്ടാകരുത് എന്ന് പൂർണ്ണമായും ചിന്തിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, അവരുടെ തുടർ പഠന കാര്യങ്ങളിൽ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുന്ന രക്ഷിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ച് വല്ലാത്ത പ്രതീക്ഷ ഇങ്ങനെ അടിച്ചു പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കുട്ടികൾ വരുന്നില്ല. ഇവിടെ കുട്ടികളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇവരെ ഇന്നത്തെ മാനസികാവസ്ഥ വെച്ച് അവർ SLC പാസ്സായവരായാലും +2 പാസ്സായവരായാലും അവരൊരു വലിയ ദുരന്ത നാളുകൾക്ക് ശേഷം പരീക്ഷകളിലേക്ക് വന്ന ആളുകളാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടി, അവർക്ക് അന്ന് വിദ്യാഭ്യാസത്തിന് കിട്ടേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്ന് ലഭിച്ചിരുന്നില്ല. കൊറോണ വന്നതിന് ശേഷം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു നമ്മുടെ കുട്ടികൾ. 7ാം ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് 8ാം ക്ലാസ്, 8ൻ്റെ തുടർച്ചയാണ് 9ഉം 10ഉം. അതോടൊപ്പം തന്നെയാണ് +1ഉം +2 എന്നൊക്കെ നമുക്കറിയാം. ഡിഗ്രിയൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവിൽ അവർ വളരെ പ്രധാനമായി പഠിക്കേണ്ട സമയത്ത് പല കുട്ടികൾക്കും അവർ പഠിക്കേണ്ട വിഷയങ്ങളിൽ പൂർണ്ണമായും പഠിക്കാൻ സാധിച്ചിട്ടില്ല, അറിവ് നേടാൻ സാധിച്ചിട്ടില്ല. കാരണം ഓൺലൈൻ ക്ലാസ്സുകൾ കേരളത്തിന് പരിചിതമായിരുന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകൾ പെട്ടെന്നൊരു ദിവസം കൊറോണ വന്നതോടുകൂടി നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലേക്കും 7ാം ക്ലാസ്സിലേക്കും ഒക്കെ കുട്ടികളെ പറഞ്ഞയച്ചപ്പോൾ അവരെത്രത്തോളം അത് പഠിച്ചിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് രക്ഷിതാക്കളായ നമ്മളും ചിന്തിച്ചു. അപ്പം അതോടുകൂടി ആ തുടർ പഠനമാണ് അവർ 9ലും 10ലും ഒക്കെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പ്രയാസം സഹിച്ചും അവരത് ആ കാലഘട്ടങ്ങളിൽ ആദ്യ ഭാഗങ്ങൾ പഠിക്കാതെയും പഠിച്ചു വന്നിട്ടുള്ള നമ്മുടെ മക്കൾ ഇവിടെ നേടിയിട്ടുള്ള ഈ വിജയം അത് A+ വിജയം എന്നുള്ളതല്ല, അവരുടെ കഴിവിനനുസരിച്ച് അവർ നേടിയിട്ടുള്ള വിജയം തീർച്ചയായും നമ്മൾ അംഗീകരിക്കുകയാണ്. അതിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ, അനുമോദനം എന്ന നിലയിലാണ് നമ്മൾ മക്കൾക്ക് ഒരു ആദരവ് ജനശ്രീയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നത്. ഇവിടെ A+കാരെ മാത്രമല്ല, പാസ്സായ കുട്ടികൾക്കുണ്ട് A+ ഉള്ളൂ. ഇത്രയും കുട്ടികൾ നമ്മുടെ കുടുംബാംഗങ്ങൾ A+ വളരെ സന്തോഷം. ഞാൻ വിചാരിച്ച എല്ലാവർക്കും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലോക്കിലെ A+ നേടിയിട്ടുള്ള കുട്ടികളെ എനിക്ക് SLCയും USSഉം LSSഉം അങ്ങനെയുള്ള കുട്ടികളെയാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവരുടെ ബാലൻ പടിയൂർ അധ്യക്ഷത വഹിച്ചു. കാരണം നമ്മുടെ ജനശ്രീ കുടുംബാംഗങ്ങളുടെ കുട്ടികളെയാണ് നമ്മൾ ഇന്നിവിടെ അനുമോദിക്കുന്നത്. ജില്ലാ ജനശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം പരിപാടികൾ വർഷാവർഷം നടത്താറുണ്ടായിരുന്നു. നേരിട്ട് കണ്ണൂർ വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്.
കോവിഡിന് ശേഷം ആദ്യമായി നടത്തിയ ഒരു പൊതുപരിപാടി, ജനശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പൊതുപരിപാടി, ഈ ജനശ്രീ കുടുംബാംഗങ്ങളുടെ കുട്ടികളെ വിളിച്ച് ഇതുപോലുള്ള അനുമോദനങ്ങൾ അവരെ അനുമോദിക്കുക, മൊമെന്റോകൾ വിതരണം ചെയ്യുക എന്ന പരിപാടിയായിരുന്നു. ഇത്തവണ നമ്മുടെ ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോൾ അത് ചിലപ്പോഴേ ജില്ലാ തലത്തിൽ നമ്മുടെ ലിസ്റ്റ് ശേഖരിക്കുമ്പോൾ പലപ്പോഴും കുട്ടികളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു പരാതിയും അതുപോലെ പലർക്കും മാറി എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ബ്ലോക്ക് തലത്തിൽ ഇത്തരം പരിപാടികൾ നടത്താൻ എന്നുള്ള ധാരണയിലാണ് നമ്മൾ ജില്ലാ കമ്മിറ്റി നിർദ്ദേശം തന്നത്. എ വി രാമകൃഷ്ണൻ, പി കുഞ്ഞികൃഷ്ണൻ, പി ജെ ലാസർ, എ കെ കുഞ്ഞികൃഷ്ണൻ, കെ കെ വിജയൻ, കെ കെ സോമൻ, ഉഷ, അനിൽ എന്നിവർ സംസാരിച്ചു.